വളരെയേറെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസായിരുന്നു ഇത്. പോക്സോ കേസിൽ പ്രതിയായ BJP നേതാവിനെ സംരക്ഷിക്കുന്ന കേരള പോലീസ് ഏറെ രാഷ്ട്രീയ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ കേട്ട സംഭവമാണ് ഈ പാലത്തായിലെ പോക്സോ കേസ്. 5 സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ച കേസിൽ അതിജീവിതയായ 10 വയസ്സുകാരിയുടെ മാനസിക നില തകരാറിലായി പോയെന്നും വരുത്തി തീർക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചിരുന്നു. അതിജീവിതയുടെയും മാതാവിൻ്റെയും നിരന്തരമായ പോരാട്ടമാണ് ഒടുവിൽ ഈ പ്രതിക്ക് 40 കൊല്ലത്ത് ശിക്ഷ വാങ്ങിക്കൊടുത്തത്. 2026 മാർച്ച് 16-നാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ പുറത്തുവരുന്നത്. 10 വയസ്സുകാരിയെ അധ്യാപകനും BJP നേതാവുമായ പത്മരാജ് സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് 3 തവണ പീഡിപ്പിക്കുന്നു. ആദ്യം പരാതിയെത്തിയത് പാനൂർ പോലീസിൽ. CI ശ്രീജിത്തിനായിരുന്നു അന്വേഷണ ചുമതല. കേസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങി. മൊഴി നൽകിയ 10 വയസ്സുകാരിയുടെ മാനസിക നില തകരാറിലാണെന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചു. പീഡനം നടന്നതായി ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞെങ്കിലും പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തില്ല. രാഷ്ട്രീയ വിമർശനമുയർന്നതോടെ പാനൂർ CI ശ്രീജിത്തിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി പുതിയ CIക്ക് അന്വേഷണം കൈമാറി. കൂടാതെ അന്വേഷണത്തിന് DYSPയുടെ മേൽനോട്ടവുമുണ്ടായി. അപ്പോഴും അന്വേഷണത്തിന് ഒരു വേഗവും ഉണ്ടായില്ല. പ്രതിയെ CPIM സംരക്ഷിക്കുന്നതായി ആക്ഷേപമുയർന്നു. ഒടുവിൽ ഏപ്രിൽ 15-ന് പത്മരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോക്സോ കേസ് ചുമത്തി. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം ആരോപിച്ചതോടെ 2020 ഏപ്രിൽ 24-ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നിട്ടും അന്വേഷണം ഇഴഞ്ഞു തന്നെ. ജഡ്ജ്മെന്റ് സത്യത്തിന്റെ വിജയം, അതുപോലെ ആ വിജയത്തിലേക്ക് എത്തിച്ചത് കുട്ടിയുടെ ആത്മധൈര്യം, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ വന്ന ചില വീഴ്ചകളാവാം. എന്തുകൊണ്ടോ വഴിതെറ്റിപ്പോയ കേസ് പോലീസിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കി. ചില സാഹചര്യങ്ങളിൽ വിക്ടിം തന്നെ വൈരുദ്ധ്യാത്മകമായ കുറേ മൊഴികൾ തന്നിട്ടുണ്ട്. പ്രതി അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പോക്സോ വകുപ്പ് ഒഴിവാക്കിയായിരുന്നു കുറ്റപത്രം. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായി. തുടർന്ന് വനിതാ IPS ഉദ്യോഗസ്ഥരടക്കമുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാൻ സർക്കാർ തയ്യാറായി. തീരമേഖലാ ADGP EJ ജയരാജൻ, അസിസ്റ്റന്റ് കമ്മീഷണർ TK രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇവരുടെ അന്വേഷണത്തിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തി. കുട്ടിയെ പീഡിപ്പിച്ച ശുചിമുറിയിലെ ടൈലിൽ നിന്ന് രക്തസാമ്പിൾ കണ്ടെത്തിയത് നിർണായകമായി. ഈ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കേസിൽ അട്ടിമറിശ്രമമുണ്ടായെന്നും അത് പൊളിച്ചുവെന്നും MLA KK ശൈലജ. കേരള പോലീസിനാണ് ഏറ്റവും വലിയ അഭിനന്ദനം അർപ്പിക്കേണ്ടത്. പ്രാദേശികമായി ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ തൃപ്തികരമാവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, BJPയുടെ പ്രാദേശിക നേതാവാണ് പ്രതി. അതുകൊണ്ട് അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഇടപെടലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ BJPയെ കുറ്റം പറയുന്നു എന്ന് പുറത്തു നടിക്കുന്ന ചിലർ, ലീഗിൻ്റെയും SDPIയുടെ എല്ലാം പ്രവർത്തകർ, യഥാർത്ഥത്തിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിനാണ് തുടക്കത്തിലേ ശ്രമിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. 5 അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ മൊഴി നൽകിയ 10 വയസ്സുകാരിയുടെ ധൈര്യവും മകൾക്ക് നീതിക്ക് വേണ്ടി പോരാടിയ ഒരമ്മയുടെ വിജയവും കൂടിയാണ് പാലത്തായി കേസിലെ ഇന്നത്തെ വിധി. 24 കണ്ണൂർ. കുട്ടികൾക്ക് സംരക്ഷണം നൽകേണ്ട അധ്യാപകന്റെ പേരിലാണ് ഈ കേസുണ്ടായത് എന്നോർക്കുമ്പോഴാണ് നമുക്ക് കോടതി ശിക്ഷയിൽ ആശ്വാസം തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.